ഹലോ നമസ്കാരം. ദിവൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2025 ഡിസംബർ 19 ജെയിംസ് കാമറോൻ്റെ സംവിധാനത്തിൽ തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ചിത്രമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഈ സിനിമ ഞാൻ തിയേറ്ററിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ഞാൻ OTT ആമസോൺ റെൻറ്റഡ് പേയ്മെൻറ്റ് വഴിയാണ് കണ്ടത്. സിനിമ ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. കാരണം ഒഫീഷ്യലായിട്ടുള്ള ഒരു ഫ്രീ OTT വെർഷൻ വരണമെങ്കിൽ ഒരു ജൂൺ മാസം അല്ലെങ്കിൽ ഒരു മെയ് മാസമൊക്കെ കാത്തിരിക്കേണ്ടി വരും. സിനിമ കണ്ടു. 3 മണിക്കൂറും 17 മിനിറ്റ് റണ്ണിങ് ടൈം വരുന്ന സിനിമ വേ ഓഫ് വാട്ടറിൻ്റെ മൈൻഡ് വെച്ചാണ് കണ്ടത്. പക്ഷേ എനിക്ക് നല്ല സിനിമ ക്ലിക്കായി. കാരണം വേ ഓഫ് വാട്ടറെ കാട്ടി ഫാർ ബെറ്ററാണ്. ഫസ്റ്റിൻ്റെ അത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റിൻ്റെ അത്ര ഇല്ല. കാരണം ഫസ്റ്റ് എപ്പോഴും എപ്പിക്ക് തന്നെയാണ്. അത് ഏത് സിനിമ ഇറങ്ങിയ പോലെ എപ്പിക്ക് തന്നെയാണ്. പക്ഷേ അതിന് സെക്കൻഡിനായിട്ട് കിടില സിനിമയാണ്. നല്ല ആക്ഷൻസ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്റ്റോറിയുണ്ട്. വിഷ്വൽസിന് ഒരു കോംപ്രമൈസും ജെയിംസ് കാമറോൺ വരുത്തിയിട്ടില്ല. മേക്കിങ്ങിന് അയാൾ ഒരു 100 തന്നെ കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ പുതിയ ക്രീച്ചേഴ്സിനെ കാണാൻ പറ്റി, അതിൽ സന്തോഷമുണ്ട്. പിന്നെ അത് മാത്രമല്ല, 2009 ഇറങ്ങിയ ജേക്കിൻ്റെ ഒരു പെറ്റുണ്ട്, ടൊറാക്കോ എന്ന് പറയുന്ന ഒരു പക്ഷി, ഡ്രാഗൺ പോലത്തെ, അത് ഇതിൽ റിട്ടേൺസ് ആവുന്നുണ്ട്. ആ ഒരു ഒറ്റ പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അത് എനിക്ക് നല്ല വൃത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കുറവും അതിനെ വരുത്തിയിട്ടില്ല. പിന്നെ പുതിയ വലിയ മൃഗങ്ങളെല്ലാം വരുന്നുണ്ട്. അതും എല്ലാം ഹെവി ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചില ആക്ഷൻ സീക്വൻസ് എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞ വേ ഓഫ് വാട്ടറിനെക്കാട്ടി എത്രയോ ബെറ്ററാണ് ഈ സിനിമയെന്ന് പറയുന്നത്. സിനിമയുടെ കഥയെന്ന് പറയുന്നത് സർവൈവൽ തന്നെങ്കിൽ പോലും നമ്മുടെ ഈ ജേക്ക് നെട്രിയൊക്കെ താമസിച്ചിരുന്ന അവരുടെ ക്ലാൻ എല്ലാം പിടിച്ചെടുക്കുകയാണ് വേറൊരു ട്രൈബൽ, ഫയർ ട്രൈബൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പോകുന്ന ജേക്കിൻ്റെ ഇപ്പോഴത്തെ താമസിക്കാൻ പോകുന്ന പാൻഡോറയിലെ അവതാഴ്സും ചേർന്ന് എതിർക്കുന്ന കഥയാണ് സിനിമയുടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ സ്റ്റീഫൻ സ്ലാഗിൻ്റെ ആ ഒരു പ്രതികാരം, ജേക്കും അദ്ദേഹം തമ്മിലൊരു പ്രതികാരമുണ്ട്. അതൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാന കഥയെന്ന് പറയുന്നത്. സർവൈവൽ പ്ലസ് ആക്ഷൻ, അതാണ് സിനിമയുടെ കഥ. ലളിതമായ, പക്ഷേ മേക്കിങ്ങിലും സിനിമയുടെ ഇപ്രാവശ്യം ആക്ഷൻസ് ടോപ്പ് നോച്ച് സംഭവമാണ്. നെട്രിയ ഒരു 1 man ഷോ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ജേക്ക് ഈ സിനിമയിൽ ഒന്നും അല്ലാതെ നെട്രിയാണ് അടിച്ച് പൊളിച്ചത് സത്യം പറഞ്ഞ്. അപ്പോൾ സിനിമ എങ്ങനെ എടുത്തു നോക്കിയാലും എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ റെൻറ്റഡ് പേയ്മെൻറ്റ് വഴി ആമസോണിൽ അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോ വഴി കണ്ടു നോക്കുക എന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വേ ഓഫ് വാട്ടറിനെ പോലെയല്ല സിനിമ, അത് പ്രതീക്ഷിച്ച് നിങ്ങൾ കാണാതിരിക്കരുത്. ഞാൻ ഈ സിനിമ കുറച്ച് ദിവസം കൊണ്ട് കാണണോ വേണ്ടെന്ന് ആലോചിച്ച് മെനഞ്ഞാണ് ഞാൻ കണ്ടത്. പക്ഷേ എനിക്ക് അത് സിനിമ വർക്കായി. ഇനി നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക്സ്.